ഹായ് ഗൈസ്, നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചിട്ടോ. മോട്ടറോളേൻ്റെ മൊബൈൽ, മോട്ടറോള മോട്ടോ G96 5G. അപ്പോൾ ഇത് വാങ്ങാനുണ്ടായ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബജാജിൽ EMI അവൈലബിൾ ആയിരുന്നു. എനിക്ക് വേണ്ടി മേടിച്ചതല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, നല്ല അടിപൊളി മൊബൈലാണ്, ലുക്കോ രക്ഷയില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മളിത് മേടിച്ചത് 15,999, 16,030 ആ റേഞ്ചിലൊക്കെ വരും, EMI അടക്കം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദിസ് ഈസ് റിയലി ഗുഡ് ആൻഡ് എന്താ പറയുക, ഇംഗ്ലീഷ് വേണ്ടല്ലേ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് ഇത് അടിപൊളിയാണ്, സ്ലിം ആണ്, വെയ്റ്റ്ലെസ് ആണ്, വീഗൻ ലെതർ ഡിസൈൻ എന്നാണ് ഇതിന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കും. പിന്നെ ഇതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷനും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 144 ഹെഡ്സ് 3D കർവ്ഡ് PO LED ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് കണ്ടാലറിയാം, അടിപൊളി ഡിസ്പ്ലേ ആണ്. പിന്നെ ഈ ഒരു പുതിയ ആസ്പെക്ട് റേഷ്യോ ഉണ്ടല്ലോ 16.9, ആ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ വരുന്നതുകൊണ്ടായിരിക്കും അത് എന്താ പറയുക, നീളം കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. അതാകുമ്പോൾ വെച്ചാൽ നമുക്കിപ്പം ആ സിനിമകൾ കാണുമ്പോൾ അതുപോലെ വീഡിയോസ് കാണുമ്പോഴൊക്കെ അടിപൊളിയാണ്. ആ ഒരു സ്ക്രീൻ ഫുള്ള് നിറഞ്ഞു നിൽക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതുപോലുള്ള ഈ ഒരു കർവ്ഡ് ഡിസ്പ്ലേ കിട്ടുന്ന വേറെ ഫോൺ ഉണ്ടോ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതേപോലെ 50 മെഗാ പിക്സലിൻ്റെ സോണി സെൻസറാണ് ഇതിലുള്ളത് കേട്ടോ, വിത്ത് OS. നമുക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ആ ഷേക്കില്ല, അത് ഇട്ടുണ്ടാവില്ല, അടിപൊളിയാണ്. പിന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസ്സറാണ്, നല്ല പ്രൊസസ്സറാണല്ലോ. പിന്നെ അതേപോലെ 5500 മെഗാ പിക്സൽ അല്ല, മില്ലിയാമ്പർ അല്ലേ, അവർ എന്നല്ല ഇതിന് പറയാം, MAHൻ്റെ ബാറ്ററിയാണ്. പിന്നെ അതിൻ്റെ കൂടെ 33 വാട്ട്സിൻ്റെ ടർബോ ചാർജർ, അതതിൻ്റെ പെട്ടി തന്നെ കിട്ടും കേട്ടോ. ഇതാ കണ്ടില്ലേ, അടിപൊളി ചാർജാണ്, ബ്ലാക്ക് കാണാൻ രസമുണ്ട്. അതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ കൂടെ കിട്ടും. പിന്നെ അതും തന്നെ നമ്മൾ നടക്കണ്ടല്ലോ. അപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ഫോൺ നമ്മൾ നോക്കിയ സമയത്ത് അതിൻ്റെ കൂടെ ചാർജറില്ലേന്, ചാർജറിന് പിന്നെ വേറെ എക്സ്ട്രാ 1000 അതിൻ്റെ അടുത്തൊക്കെ കൊടുക്കണം. പിന്നെ ഡുവൽ സ്പീക്കർ സിസ്റ്റം ഉണ്ട് ഇതിന്. അതായത് നമ്മൾ ഈ നമ്മൾ കോൾ ചെയ്യുന്ന ഈ ഭാഗവും ഒരു സ്പീക്കറായിട്ട് ആക്ട് ചെയ്യും, അടിയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡോൾബി അറ്റ്മോസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. പാട്ട് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്, അത് കേട്ട് നോക്കി നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ചെരിച്ച് വെക്കണം കേട്ടോ, നമ്മളിങ്ങനെ ചെരിച്ച് പിടിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു സംഭവം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നോർമൽ സ്പീക്കർ പോലെ തന്നെ കിട്ടുള്ളൂ. പിന്നെ 5G ആണ്, ഒബിയസ്ലി ഇത് 5G ആണ്. 5G അല്ലാത്തൊരു മൊബൈൽ ഇപ്പോൾ എടുക്കുന്നത് മണ്ടത്തരാണ്, കാരണം 5G അൺലിമിറ്റഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ 12 ബാൻഡ്സൊക്കെ ഉള്ള 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ലിമ്മാണ്, വെയ്റ്റ്ലെസ്സും കാര്യങ്ങളൊക്കെയാണ്. 16,000 രൂപയാണ് വരുന്നുള്ളൂ. 15,000 കിട്ടും നമുക്ക്. പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റത്തവണ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഓഫേഴ്സൊക്കെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഏതായാലും നല്ലൊരു മൊബൈലാണ്. മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം.